ഇന്ന് മോൾക്ക് വാക്സിൻ എടുക്കേണ്ട ദിവസമായിട്ടോ, അതായത് 2.5 മാസത്തിൻ്റെ വാക്സിനാണ്. ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം മോൾക്ക് 3 മാസം കഴിഞ്ഞു. ഞാൻ ഇടാൻ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം കേട്ടോ. അങ്ങനെ വാക്സിൻ എടുക്കാൻ വന്നെടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ വന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മുടെ മോളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ മക്കളുടെയും കൂടെ കരച്ചിൽ കേൾക്കുമ്പോൾ അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചിങ്ങനെ നിൽക്കായിരുന്നു. ഞങ്ങൾക്ക് കുറേ സമയം എടുത്തു കേട്ടോ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് മോള് പക്ഷെ ഇന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞൊന്നും ഇല്ല. എടുത്തപ്പം കുറച്ച് നേരം കരഞ്ഞു, അത് കഴിഞ്ഞ് അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോൾക്ക് എടുത്തതിന് ശേഷം പിന്നെ ഇതാ അമ്മയും കുഞ്ഞനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷുഗറൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർക്കും കൂടെ നോക്കി, എൻ്റെയും നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷുഗറൊക്കെ നോർമൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല. ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് ഷുഗർ എങ്ങനെയുണ്ട് എന്നൊക്കെ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാധാരണ നോർമൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോൾക്ക് വാക്സിൻ എടുത്തതിന് ശേഷം 1/2 മണിക്കൂർ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് അമ്മയും കുഞ്ഞനും കൂടെ പോയി പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ. അപ്പോൾ അവരങ്ങോട്ട് പോയി. ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ അവിടെ ഇരുന്ന് കുഞ്ഞിന് ഫീഡൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അവർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ, 3 പേരല്ല, ഞങ്ങൾ 4 പേരും കൂടെ തിരിച്ചിങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് പനി ഉണ്ടാവുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്രയും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു സമാധാനമുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ 3 ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ. ഈ ഒരു പ്രാവശ്യം 1 ഇല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു സമാധാനമുണ്ട്. പിന്നെ ആളിതാ നല്ലപോലെ കളിച്ചും ചിരിച്ചൊക്കെ കിടക്കുകയാണ്. ശുണ്ടതി മരുന്നാണേ, ഇത്തിരി തരാവേ അമ്മ. കുയിച്ചോ. വീട്ടിൽ വന്ന ഉടനെ പാരസെറ്റമോളിൻ്റെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പനിയൊന്നും വരാതിരിക്കും. പിന്നെ വേദനയൊക്കെ വരും കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് വേദനയൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഉടനെ ഞാൻ പിന്നെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് നല്ല കയ്പ്പാണല്ലോ. ഈ ഒരു മരുന്നിന് ഭയങ്കര കയ്പ്പാട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാര്യം പറഞ്ഞ് ചിരിപ്പിച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ അവൾ കുടിച്ചോളും, ഇല്ലെങ്കിൽ അവൾ തുപ്പിത്തരും കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് പോയിട്ട് വന്ന ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ കുഞ്ഞിന് ഞാൻ പാലൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നേ. പോയിട്ട് വന്നിട്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് എൻ്റെ കുറച്ച് ഗ്യാപ്പിൽ ഞാൻ 2 മുറുക്കിയിരുന്നു, അതെടുത്ത് തിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് ഇതാ അമ്മ പിന്നെ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. മീൻകറി, നല്ല മാങ്ങയൊക്കെ ഇട്ട മീൻകറിയും പിന്നെ നല്ല ചീനി വേവിച്ചതും പിന്നെ എന്താ മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ കുറച്ച് നേരം എന്താ മോളുമായിട്ട് ഇവിടെ വെളിയിൽ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ദിവാൻ കോട്ടിൽ കുറച്ച് നിവർന്നൊന്ന് കിടന്നു കേട്ടോ. നല്ല ബാക്ക് പെയിൻ ഉണ്ട്, കുറച്ച് നേരമായിട്ട് നല്ല ബാക്ക് പെയിൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് മോള് കരഞ്ഞപ്പോൾ അവളെ എടുത്ത് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കിടന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അമ്മ പിന്നെ ചോറ് കഴിക്കാൻ വിളിച്ചു. അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ വീഡിയോസൊന്നും അങ്ങനെ അധികം എടുക്കാൻ നിന്നില്ല, പിന്നെ പോയി കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായപ്പോൾ എന്തെങ്കിലും കഴിക്കാതിരിക്കും. ഞാൻ നിനക്ക് നാളെ മേടിച്ചു തരാം. കണ്ടപ്പോൾ മേടിച്ചതിന് ചെറിയ സ്ലൈസ് പോലെ പീസാക്കി വെക്കുമായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കൊരു ക്രീം കേക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് മേടിപ്പിച്ചാണ് കേട്ടോ. കുഞ്ഞൻ വാങ്ങിച്ചത് പക്ഷേ ഈ ഒരു കേക്കായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇതാണെന്ന് നമ്മൾ ഇങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ നല്ല ചൂട് പപ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.